നമസ്കാരം. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് അടിച്ച അടി കണ്ടോ? വല്ലതും കാണുന്നുണ്ടോ? 254 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. വേൾഡ് കപ്പിലെ സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ. ഹിറ്റ്മെയറും പവലും ഈ പറയുന്ന റദർഫോർഡും എല്ലാം കൂടെ നേരിച്ച് അടിച്ചിട്ടുണ്ട്. ലവന്മാർ ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ 75 9 ഓവറിൽ 75 4 അവന്മാർ തിരിച്ചടിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, 4 വിക്കറ്റ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് സിംബാബ്വെ തോക്കും. നല്ല മാർജിനിൽ സിംബാബ്വെ തോക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന് സൗത്ത് ആഫ്രിക്കയുടെ ഒരു കളി ജയിച്ചാൽ മാത്രം മതി, അവന്മാർ ഡയറക്റ്റ് ആയിട്ട് സെമി ഫൈനലിലേക്ക് കടക്കും. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യക്ക് 2 കളിയും ജയിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? നല്ല റൺ റേറ്റിൽ ജയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഒരു പ്ലസ് പോയിന്റ് ഇവിടെയുള്ളൂ. ഒരേ ഒരു പ്ലസ് പോയിന്റ്, ഇന്ത്യയുടെയും ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെയും കളി ഏറ്റവും ലാസ്റ്റാണ്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും കളി വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റൺ റേറ്റ് നോക്കി വെച്ച് നമുക്ക് ബാറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് സിംബാബ്വെയോട് ജയിക്കണം, അത് വേറൊരു കേസ്. ശരി, ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യക്ക് സെമിയിലോട്ട് കയറാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കാരണം സൂപ്പർ 8 ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ ഒരു സൈഡ് നൽകിയത്. ഇതുവരെ നമ്മളെ ജയിപ്പിച്ചു കൊണ്ടുവന്ന ടീമാണ്. ഒരു കളി തോറ്റുപോയി, വളരെ ദയനീയമായി തോറ്റുപോയി എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇനി അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെ ഇനിയും ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യാശിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, ഏതൊക്കെ കടവുകളെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സൂപ്പറായിട്ട് ഈ പറയുന്ന സെമിയിലിട്ട് കടക്കാൻ സാധിക്കും, എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. എല്ലാവരും ഈ പറയുന്ന നമ്മുടെ സൂര്യകുമാർ യാദവിനെ കുറ്റം പറയുന്നുണ്ട്. സൂര്യകുമാർ യാദവ് എന്താണ് കളിയാക്കി എന്ന് പറഞ്ഞത്, അതായത് സഞ്ജു സാംസനെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞ് എവിടെ അഭിഷേകിന്റെ സ്ഥാനത്താണോ അതോ തിലകിന്റെ സ്ഥാനത്താണോ എന്ന് ചോദിച്ചു. അതൊരു കളിയാക്കിയതായിട്ട് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അവൻ ചോദിച്ചത് ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ട് അവിടെ ഈ എന്താണ് പിന്നെ സഞ്ജു സാംസനെ കൊണ്ടുവരണമോ എന്ന് ചോദിച്ചത് കളിയാക്കില്ല. അഭിഷേക് ശർമ്മ ഇത്രയും നല്ല രീതിയിൽ ഇത്രയും കാലം കളിച്ച അഭിഷേക് ശർമ്മ മാറ്റിയിട്ട് അവിടെ എന്താണ് സഞ്ജു സാംസനെ കൊണ്ടുവരണമോ എന്നാണ് ചോദിച്ചത്. അത് സഞ്ജു സാംസനെ അവിടെ ആക്കിയതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തിലക് വർമ്മ കഴിഞ്ഞ ഏഷ്യ കപ്പിലേക്ക് അടിച്ച് ജയിപ്പിച്ചല്ലേ, എല്ലാ കളിയും 10-25 വെച്ച് അടിക്കുന്നുണ്ട്. അവനെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുവരണോ എന്ന് ചോദിച്ചതിലോട്ടും എനിക്കതിൽ പരാതിയില്ല. റിങ്കു സിംഗിനെ വന്നുകൂടെ എന്ന് ചോദിച്ചു. ആ റിങ്കു സിംഗിന്റെ സ്ഥാനത്താണ് പിന്നീട് ഈ നമ്മുടെ സൂര്യകുമാർ യാദവ് ഈ ഒരു കൗണ്ടർ അടിച്ചില്ലെങ്കിൽ, ഈ ഒരു തമാശ പറഞ്ഞതെങ്കിൽ നമുക്കത് ഹേർട്ട് ചെയ്യും. നമുക്ക് പൊതുവെ അറിയാം, ഈ സ്കൈക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു താരങ്ങളിൽ ഒന്നാണ് സഞ്ജു സാംസൺ എന്നാണ് വെപ്പ്. ഓക്കെ, ഇനി ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, തിലക് വർമ്മ മസ്റ്റായിട്ട് മാറ്റണം. തിലക് വർമ്മയെ അടുത്ത 2 കളിയും തിലക് വർമ്മ വരാനേ പാടില്ല. അതിനെന്തുകൊണ്ടാണെന്ന് പറയാം. ഒരു കാരണവശാലും ഇനി വരുന്ന 2 കളി, ഈ 2 കളിയിൽ ഒരു കാരണവശാലും ഈ അഭിഷേക് ശർമ്മയെ മാറ്റാനും പാടില്ല. മനസ്സിലായോ? അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് മാറ്റാൻ പാടില്ല. പക്ഷെ തിലക് വർമ്മ ഇനി വേണ്ട. കാരണമുണ്ട്. തിലക് വർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, ഈ 2 കടവുകളെയും അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റൈലിൽ കളിക്കുന്ന ഈ 2 കടവുകളെയും ഇനി മാറ്റുക എന്നുള്ളതാണ്. കാരണം തിലക് വർമ്മ ഇത്രയും കാലം ചെയ്തതാണ് ആങ്കർ റോൾ. ഇവിടെ ഇനി അടുത്ത 2 കളിയും ആങ്കർ റോൾ കളിക്കാനുള്ള സ്ഥലമില്ല. ഈ നമ്മൾ ആങ്കർ റോൾ അല്ല കളിക്കാനുള്ളത്. നമുക്ക് നല്ല മാർജിനിൽ ജയിക്കണം എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് നല്ല മാർജിനിൽ ജയിക്കണം. അതിന് ഇനി വേണ്ട, തിലക് വർമ്മ വേണ്ട. അതിനേക്കാളും കിടിലമായിട്ട് ബാറ്റിംഗ് നല്ല രീതിയിൽ ആക്സലറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തട്ടുപൊളിപ്പനായിട്ട് കളിക്കാൻ അറിയുന്ന ഒരു കളിക്കാരനുണ്ട്, സഞ്ജു സാംസൺ. അവനെ എടുക്കുക, എവിടെ ഇറക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ റിങ്കു സിംഗിന് പകരം ഒരിക്കലും ഞാൻ പറയുന്നു സഞ്ജു സാംസനെ കൊണ്ടുവരണ്ട. റിങ്കു സിംഗ് വേണം, ഇനി വേണം. കാരണം നമുക്ക് നല്ല മാർജിനിൽ ജയിക്കണം. ചിലപ്പോൾ 15 ഓവറിൽ ജയിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ചിലപ്പം ഈ 10-200 റൺസിൽ കൂടുതൽ ഇനി അങ്ങനെയുള്ള കളികൾ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോഴേ റിങ്കു സിംഗ് നമുക്ക് വേണം അവസാനം. അപ്പോൾ നമ്മുടെ സഞ്ജു സാംസൺ വരുമ്പോൾ എവിടെ ഇറക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, സഞ്ജു സാംസനെ ഓപ്പണിംഗ് ഇറക്കണം. ഇപ്പോൾ 1-2 കമന്റുകൾ കണ്ടു, സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയെയും ഓപ്പണിംഗ് ഇറക്കിയിട്ട് നമ്മുടെ ഇഷാൻ കിഷനെ 1 ഡൗൺ ഇറക്കണമെന്ന്. ഞാൻ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്. ഇത്രയും കളികൾ കൊണ്ട് ഓപ്പണിംഗ് ഇറങ്ങിയാണ് അവൻ എന്ത് ചെയ്തത്, അവൻ കളിച്ചത്. അവൻ ഇനി 1 ഡൗൺ ഇറക്കി അവൻ പെട്ടെന്ന് ഔട്ടായി പോണേ പിന്നെ അത് മതിയാവും. അതുകൊണ്ട് ഇപ്പോൾ അവൻ ആ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ
ഞാൻ പറയുന്നത് അഭിഷേക് ശർമ്മനെ വൺ ഡൗൺ ആക്കണം. അതായത് തിലക് വർമ്മയുടെ സ്ഥാനത്ത് അഭിഷേക് ശർമ്മയെ കൊണ്ടുവരണം. വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറെ ബെനിഫിറ്റുകളുണ്ട്. ഒന്നാമത്തെ കേസ് ഓപ്പണിംഗ്, ഈ പറയുന്ന സഞ്ജു സാംസണും ഇഷാന്ത് കിഷനുമാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരും. ഒരാൾ ലെഫ്റ്റ് ഹാൻഡും മറ്റൊരാൾ റൈറ്റ് ഹാൻഡും വരും. അവിടെ ഇവന്മാർക്ക് അത്ര ചങ്കുറപ്പോട് കൂടി കൊണ്ട് ഒരു പാർട്ട് ടൈം ഓപ്പണറെ കൊണ്ട് എറിയിക്കാൻ അവർ മടിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അത് ഏറ്റവും വലിയൊരു ഫാക്റ്റാണ്. കാരണം ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് കിടക്കുന്നു. അതിനോടൊപ്പം പാർട്ട് ടൈമറായ ബൗളേഴ്സിനെ കൊണ്ടാണ് അവന്മാർ എറിഞ്ഞ് ഇന്ത്യയുടെ വിക്കറ്റ് തള്ളിയിടുന്നത്. സഞ്ജു സാംസൺ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നിന്ന് കൊട്ടി വേസ്റ്റാക്കി കളയില്ല. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ തുടക്കം വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഈ പറയുന്ന ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടുവരാൻ മടിക്കുമെന്നുള്ളത് അതൊന്ന്. രണ്ടാമത്തെ കേസ്, അഭിഷേക് ശർമ്മയ്ക്ക് ആസ് എ ഓപ്പണർ എന്നുള്ളൊരു ചെറിയ അവനൊരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് പിന്നീട് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു, അപ്പോഴും ഓഫ് സ്പിന്നർ വരുന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ കിടക്കുക രണ്ടോട്ടം ഞാൻ ഔട്ട്, ഇനി ഇത് ഔട്ടാവൂ, ഞാൻ ഔട്ടാവും, എല്ലാ കളിക്കാർക്കും ഉണ്ടാക്കുന്ന ഒരു ടെൻഷൻ അത് ഉണ്ടാവും. ഇപ്പൊ സഞ്ജു സാംസൺ 2-3 ഓവർ കഴിഞ്ഞാണ് ഈ അഭിഷേക് ശർമ്മ പറഞ്ഞെങ്കിൽ കിട്ടിലമായിട്ട് അവൻ കളിക്കുകയും ചെയ്യും. അതുമല്ല അവിടെ ഒരു വിക്കറ്റ് പോയാലും ഇവിടെ ഈ പറയുന്ന തിലക് വർമ്മയെ മാറ്റുമ്പോൾ വളരെ ഗുണങ്ങളാണ്. ഒന്ന്, ഓപ്പണിംഗിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരും. രണ്ടാമത്, ഒരു വിക്കറ്റ് പോയാലും പിന്നെ തുഴയാൻ ആളില്ല. പിന്നെയും വരുന്നത് അഭിഷേക് ശർമ്മയെ പോലുള്ള ആളാണ് വരുന്നത്. അപ്പോൾ അവനും അടിക്കും, അവൻ ഒരിക്കലും തുഴയില്ല. ഇപ്പൊ നമ്മൾ എല്ലാ കളികളും നോക്കിയാൽ ഇന്ത്യയെ സത്യം പറഞ്ഞാൽ തുലച്ചു കളഞ്ഞത് ഈ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കൂടിയാണ്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയുടെയും മന്ദത ആ വരെ എഴഞ്ഞെഴിഞ്ഞ് പോണ പോക്കില്ലേ, അതാണ് ഇന്ത്യ ഇത്രയും ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ലാസ്റ്റ് വന്ന് ഒരു കളി ആരടിച്ചു, ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ അടിച്ചു, പിന്നെ കുറെ ബാക്കി എല്ലാ കളിയും ശിവൻ ദുബെ അടിച്ചത്. അവരടിച്ചത് കൊണ്ട് ഈ ഒരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ നല്ലൊരു പിന്നീട് ഓപ്പണിംഗ് കൂട്ടുകെട്ട് നല്ല രീതിയിൽ സ്കോർ അടിച്ച് വെച്ചിട്ടും അതിനെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തിലക് വർമ്മയ്ക്കും ഈ പറയുന്ന സൂര്യകുമാർ യാദവിനും കഴിഞ്ഞില്ല. തിലക് വർമ്മ പോട്ട്, സൂര്യകുമാറിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും അടിച്ചടിച്ച് കൊട്ടി 10-30 റൺസ് അടിക്കണം, അല്ലെങ്കിൽ കുറെ നേരം കൊട്ടി 10-20 റൺസ് അടിച്ചിട്ട് പിന്നെ അടിക്കാമെന്ന് പറയുന്നത് T20 ആണ്. പിന്നെ അടിക്കില്ല. ഫസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ബോൾ തൊട്ട് അല്ലെങ്കിൽ 4 ബോൾ നീ ഒരു ഓവർ നീ കൊട്ടിക്കോ, അത് കഴിഞ്ഞാൽ പിന്നെ അടിക്കണം. മനസ്സിലായോ? അപ്പോ തിലക് വർമ്മ മസ്റ്റ് 101% നിങ്ങൾ തിലക് വർമ്മയെ മാറ്റിയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 8ന്റെ പണി. കാരണം നമുക്ക് ജയിക്കുമായിരിക്കും ചിലപ്പോൾ സിംബാബ്വെ എടുത്ത്. പക്ഷേ എന്താണ്, നമുക്ക് റൺ റേറ്റ് വേണം, നല്ല മാർജിനിൽ ജയിക്കണം. ഈ പറഞ്ഞ തിലക് വർമ്മ ഫസ്റ്റ് ബോളിലേക്കാണ് അടിക്കാൻ ശ്രമിച്ചത്, ഇന്നലെ നടന്നുകൊണ്ട് നടക്കും. അപ്പൊ തിലക് വർമ്മയെ മാറ്റിക്കഴിഞ്ഞാൽ ഗുണങ്ങൾ പലതാണ്. ഒന്നാമത് എന്താണ്, ഓപ്പണിംഗ് മാറി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനായി. അതുമല്ല എല്ലാം ലെഫ്റ്റ് ഹാൻഡർ ഒരുപാടുണ്ട് എന്നിടത്ത് നിന്ന് എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വരുന്നു, അതും വിസ്ഫോടന ബാറ്റിംഗ് ശൈലിയുള്ള ഒരാൾ വരുന്നു. മനസ്സിലായല്ലോ? ഈ പറയുന്ന ന്യൂസിലൻഡ് പര്യടനത്തിനാണല്ലോ അവൻ കുറച്ച് മങ്ങിപ്പോയത്, ബാക്കിയല്ലാത്ത കളി കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോ അതൊന്ന്. രണ്ടാമത്, തിലക് വർമ്മയെ മാറ്റിയിട്ടാണ് സഞ്ജു സാംസനെ കൊണ്ടുവരുന്നെങ്കിൽ അവിടെ അവസാനം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആര് കാണും, റിങ്കു സിംഗും കാണും. റിങ്കു സിംഗിന്റെ സ്ഥാനത്താണ് ഈ പറയുന്ന സഞ്ജു സാംസനെ കൊണ്ടുവരുന്നെങ്കിൽ ഈ വേസ്റ്റ് ആയിട്ട് തിലക് വർമ്മ അവിടെ കിടക്കുമെന്നുള്ളതാണ്. മനസ്സിലായോ? ഉറപ്പായിട്ട് 101% തിലക് വർമ്മ അടുത്ത കളി കാണില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. തിലക് വർമ്മ അടുത്ത കളി കാണില്ല. പിന്നെ ആ വാഷിംഗ്ടൺ സുന്ദറിന് സ്വപ്നത്തിൽ പോലും അവനെ കൊണ്ട് ടീം എടുക്കുന്നത് വേസ്റ്റ് ആണ്. 2 കളി നിങ്ങൾ ഇറക്കി, 2 കളിയിൽ എനിക്ക് തോന്നുന്നു 4 ഓവറോ അത് 2 ഓവറോ എത്ര 4-3 ഓവറെ കൊണ്ട് അവനെ കൊണ്ട് എറിയിപ്പിച്ചുള്ളൂ. ഒരു വിക്കറ്റ് തള്ളിയിട്ടില്ല, ഒരു റണ്ണും അടിച്ചില്ല, വിക്കറ്റ് തള്ളിയിട്ടുമില്ല. മനസ്സിലായോ? അപ്പൊ ഇന്നലെ എടുത്ത മണ്ടം തീരുമാനങ്ങളാണ്. അതായത് നിങ്ങളുടെ വൈസ് ക്യാപ്റ്റനെ മാറ്റി ഇരുത്തിക്കൊണ്ട്, അക്സർ പട്ടേലിനെ മാറ്റി ഇരുത്തിക്കൊണ്ട്, മാച്ച് വിന്നറായ അക്സർ പട്ടേലിനെ മാറ്റി ഇരുത്തിക്കൊണ്ടാണ് വൈസ് ക്യാപ്റ്റനും കൂടിയായ ആ കടവിനെ നിങ്ങൾ എടുത്തത്. എന്തെങ്കിലും ഗുണമുണ്ടായോ? ആ കൂടി അവർക്ക് 3 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനോട് ആ 3 എണ്ണവും തുടക്കമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബുംറയിൽ വിശ്വാസമില്ല, ഹർഷദീപ് സിംഗിൽ വിശ്വാസമില്ല. അപ്പൊ അവരൊക്കെ ഇവരെ ഉദ്ദേശം എന്താ അറിയാമോ? എത്താ. പക്ഷെ ഇവർക്ക് അടി വീഴണമെങ്കിൽ, ഓപ്പണിംഗ് ഇവർക്ക് 2 അടി വീഴണമെങ്കിൽ ഡിക്കോക്കിനെ ഒന്ന് തടയിട്ട് നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ പറയുന്ന യവനെ വാഷിംഗ്ടൺ സുന്ദറിനെ. ഒരു വേസ്റ്റ്. അവർ വിക്കറ്റ് തള്ളിയിട്ട്, പക്ഷെ അതിനുശേഷം എറിഞ്ഞും കൂടിയില്ല. പിന്നെ ഇന്നലെയൊക്കെയാണെങ്കിൽ ശിവൻ ദുബെയൊക്കെ വൈഡ് അങ്ങ് ലാസ്റ്റ് ഓവർ എറിയും പോലെയൊക്കെ എറിയുന്നുണ്ട്. എന്തുകൂടെ പേടിച്ച് നേരെ എറിഞ്ഞൊരു വിക്കറ്റ് എടുക്കാൻ നിനക്കൊന്നും കൊണ്ട് കഴിയുന്നില്ലേ? അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മാറ്റം അത്യാവശ്യമാണ്. അത് ഉറപ്പായിട്ടും 100% ഉണ്ടാവുകയും ചെയ്യും. ആ മാറ്റം മറ്റാരുമായിരിക്കരുത്.
അല്ല, ഒന്നല്ല രണ്ട് മാറ്റം, കഴിഞ്ഞ കളിയിൽ നിന്ന് രണ്ട് മാറ്റങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. വാഷിംഗ്ടൺ സുന്ദർ 100%. അവനെ ഇനി എടുക്കില്ല, ആരൊക്കെ പറഞ്ഞാലും ഇനി എടുക്കാൻ പറ്റത്തില്ല, ആ ലെവലിലായി. രണ്ടാമത് തിലക് വർമ്മ, നിങ്ങൾ ഒരു കാരണവശാലും റിങ്കു സിംഗിനെ മാറ്റിക്കൊണ്ട് അവിടെ സഞ്ജു സാംസനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കരുത്. തിലക് വർമ്മയെ മാറ്റിക്കൊണ്ട് അവിടെയാണ് സഞ്ജു സാംസനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുമല്ല, അവനെ ഓപ്പണിംഗ് തന്നെ ഇറക്കുകയും ഈ പറയുന്ന അഭിഷേക് ശർമ്മനെ 1 ഡൗൺ ആയിട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ അടിച്ചു കളിക്കും. ഒരു വിക്കറ്റ് പോയാലും ശരി, എന്ത് ചെയ്യണം, അവിടെ സ്കോർ ബോർഡ് ഒന്ന് ആക്സിലേറ്റ് ചെയ്യാൻ പറ്റിയ ആള് വരും. നിങ്ങൾ നോക്കിയോ, ഈ പറയുന്ന ആരുണ്ടെന്ന് നോക്കൂ പൊട്ടിക്കളിക്കുന്നത്. ഇഷാന്ത് കിഷൻ, നമ്മുടെ സഞ്ജു സാംസൺ, അടുത്ത വരുന്നത് 1 ഡൗൺ ആയിട്ട് അഭിഷേക് ശർമ്മ, മൂന്നാമത് സ്കൈ, നാലാമത് ഹാർദിക് പാണ്ഡ്യ. 7ാമത് 8ാമത് എല്ലാം കൊണ്ടിറക്കാറുള്ളത് ഹാർദിക് പാണ്ഡ്യ, മനസ്സിലായോ? അതിനുശേഷം ആര്, ഈ വരുന്ന നമ്മുടെ ശിവൻ ഡുബെ, പിന്നെ റിങ്കു സിംഗ്, മതി. അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന അക്ഷർ പട്ടേൽ ആരെ കൊണ്ടുപോകും. ഈ റിങ്കു സിംഗിനൊക്കെ അടിക്കാൻ ഒരു സമയം കൊടുക്കുന്ന, ഒരു 2 ഓവർ മുമ്പെങ്കിലും അവനൊക്കെ ഇറക്കി വിട്, മനസ്സിലായോ? അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. ഇങ്ങനെ ഇതാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീം കോമ്പിനേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.